എന്നാൽ കാസർകോട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഇവിടെ പ്രായമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ചരിത്രം അറിയാവുന്ന ആളുകളിലെ 1963 ഇവിടെ 63 വരെ കാസർഗോഡിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ലേ നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ എന്ന് പറയുന്നയാൾ? ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർ കെട്ടി ഉയർത്തി അവിടെ ഉറൂസ് കഴിക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാർ, ഈ പരിസരത്തുള്ളവർ 34ഓളം പണ്ഡിതന്മാർ ഒപ്പിട്ടുകൊണ്ട് അവർ അതാ ഈ തളങ്കര ഖിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം അവർ പ്രസിദ്ധീകരിച്ചു. ആ അറബി മലയാളത്തിലുള്ള പ്രസിദ്ധീകരണം അതിൽ നമുക്ക് കാണാം. പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? തഹ്ദീറുൽ ഇഖ്വാൻ അൻ ഇഗ്വാഇ ശൈത്താൻ. എന്താ അർത്ഥം? സഹോദരങ്ങൾക്കുള്ള കനത്ത മുന്നറിയിപ്പ്. എന്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്? അൻ ഇഗ്വാഇ ശൈത്താൻ. ശൈത്താൻ ജനങ്ങളെ പഴപ്പിക്കുന്നതിൽ നിന്ന് ഇതാ ജനങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കിത് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തളങ്കര ഖിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിലുള്ള ഒരു ടീം കേരളത്തിലെ അറിയപ്പെടുന്ന സമസ്തയുടെ ആലിമീങ്ങൾക്ക് അവർ ഫത്വ ചോദിച്ചുകൊണ്ട് 7 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരിക്കുകയാണ്. പുസ്തകത്തിന്റെ പേരും കൊല്ലൊക്കെ പറഞ്ഞുതരാ. തഹ്ദീറുൽ ഇഖ്വാൻ അൻ ഇഗ്വാഇ ശൈത്താൻ. ആരാ പ്രസിദ്ധീകരിച്ചത്? കാസർഗോഡ് തളങ്കര ഖിദ്മത്തുൽ ഇസ്ലാം സംഘം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. ഇനി അതിന്റെ മുഖദ്ദിമ അതിലെന്താ കാണുന്നത്? ചില വ്യക്തികളെ ശരിക്കും ശ്രദ്ധിച്ചോളണം. നെല്ലിക്കുന്നുപ്പാപ്പാനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. കാരണം എനിക്കിത് അറിയൂല, പക്ഷേ ജീവിക്കുന്ന രേഖയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇവിടെയുള്ള തളങ്കരയിലുള്ള പഴയകാല സമസ്തയുടെ ആളുകൾ എഴുതി ചോദിച്ച ചോദ്യമാണ്. ചില വ്യക്തികളെ അവരുടെ ജീവിതകാലത്തും മരണശേഷവും വലിയുല്ലാഹി എന്ന് വിളിച്ചും മറ്റുള്ളവരുടെ ഇടയിൽ ചില കള്ളപ്രചരണങ്ങൾ നടത്തി അവരെ കൊണ്ട് വിളിപ്പിച്ചും അതിൽ നിന്ന് മുതലെടുക്കുന്നത് കണ്ടുവരുന്നത് ഒരു പരമാർത്ഥം മാത്രമാണ്. അങ്ങനെ അതിനെ സംബന്ധിച്ച് 1963 ഓഗസ്റ്റ് 1-ാം തീയതി ഖിദ്മത്തുൽ ഇസ്ലാം സംഘം തളങ്കര എന്ന പേരിൽ ഒരു കമ്മിറ്റി സ്ഥാപിക്കുകയുണ്ടായി. കേരളത്തിലെ സുപ്രസിദ്ധ മതപണ്ഡിതന്മാരെ സമീപിക്കുകയുണ്ടായി. ആമുഖത്തിൽ ഞാൻ വായിക്കണം കേട്ടോ. അതിൽ അവസാനം പറയുന്ന ആമുഖത്തിൽ, ഈ ഗ്രന്ഥത്തിൽ ഫത്വ നൽകിയിട്ടുള്ള മഹാന്മാരായ മുഫ്തികൾക്കും ഒപ്പുവെച്ച പണ്ഡിതന്മാർക്കും മറ്റെല്ലാവർക്കും അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന ആശയം പറഞ്ഞിട്ട് എന്ന് ഖിദ്മത്തുൽ ഇസ്ലാം സംഘം തളങ്കര കാസർഗോഡ് സെക്രട്ടറി ഖിദ്മത്തുൽ ഇസ്ലാം സംഘം ഡേറ്റ് 12/3/64 1964. ഞാനൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള പുസ്തകത്തിനായി വായിക്കണത്, എന്ന് മുമ്പുള്ള പുസ്തകത്തിനായി വായിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഒരു ആവശ്യം, എന്താണ് അവർ ചോദിക്കാൻ കാരണം, ശരിക്കും പഠിച്ചു വെച്ചോ, കേട്ടോളൂ. എന്നാൽ ഈയിടെ ഒരു കൊല്ലത്തിന് മുമ്പ് നെല്ലിക്കുന്ന് ജുമഅത്ത് പള്ളി ഖബർസ്ഥാനിൽ മറയടക്കം ചെയ്യപ്പെട്ട ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ ഹയാത്ത് കാലത്ത് കാണപ്പെട്ടിരുന്ന സ്ഥിതിഗതികളെ സംബന്ധിച്ചും മരണശേഷം ഖബറുകളിൽ നടന്നു കാണുന്ന അനീതിയായ കർമ്മങ്ങളെ സംബന്ധിച്ചും ഇന്ന് കേരളത്തിലുള്ള പണ്ഡിത ശിരോമണികളായ ഉലമാക്കളോട് ഞങ്ങൾ എഴുതി ചോദിച്ച ചോദ്യങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ ഫത്വകളുമാണ് താഴെ ചേർക്കുന്നത്. ഇവർ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യത്തിൽ തങ്ങൾ പാപ്പാനെ പറ്റി അവർ ചോദിച്ച ചോദ്യത്തിൽ 2ാമത്തെ ഭാഗം ഞാൻ വായിക്കാം. എന്താ ചോദ്യങ്ങൾ? 2. ശരീഅത്തിന്റെ വിധികളെ അനുഷ്ഠിക്കാതെ, അതായത് നമസ്കരിക്കാതിരിക്കുക, നോമ്പ് പിടിക്കാതിരിക്കുക, നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിക്കുക, അന്യ സ്ത്രീകളെ കൊണ്ട് കാലി തടകിക്കൽ പോലുള്ള വേലകൾ ചെയ്യിപ്പിക്കുക, പല ഹറാമായ ജോലികളിലും പ്രവേശിക്കുന്ന തെമ്മാടികളുമായി സഹകരിക്കുക, അവർക്ക് ഷീട്ട് കളിക്ക് നമ്പർ പറഞ്ഞു കൊടുക്കുക, ഇത്തരം പല തെറ്റുകളും ചെയ്ത് കാണപ്പെടുന്ന ഒരാൾക്ക് വലിയുല്ലാഹി എന്ന് പറയാമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. വേറെയും ചോദ്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ഫത്വ കൊടുത്തിരിക്കുന്ന ആരാറിയോ? സമസ്തയുടെ ആലിമായിരുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, പിന്നെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്, സദഖത്തുള്ള മുസ്ലിയാര്, ഹസൻ ബാബ മുസ്ലിയാര്, ഇങ്ങനെ ഓരോരുത്തരുടെയും ഫത്വകളുണ്ട്. ആ പുസ്തകമൊക്കെ പരിശോധിച്ചിട്ട് ഈ കാസർഗോഡ് ജില്ലയിലും പരിസരങ്ങളിലുമുള്ള 34 പണ്ഡിതന്മാർ അന്ന് ഇതൊക്കെ ഞങ്ങളും അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെച്ചതായും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഉപ്പാപ്പയെ സംബന്ധിച്ച് അന്നുള്ളവരൊക്കെ എതിർത്തുവെങ്കിലും ഇന്നവിടുത്തെ സ്ഥിതി എന്താണ്? കൊല്ലങ്ങൾ കുറെ പിന്നിട്ടപ്പോ ഇപ്പൊ ഉറൂസ് ഗംഗേമല്ലേ, എത്ര ആൾ വന്നിട്ടാ പ്രസംഗിക്കുന്നത്? ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സകല സമസ്തയുടെ ഒട്ടിപ്പൊളിഞ്ഞ പാളീസായി പല കഷ്ടങ്ങളായ സമസ്തയുടെ മുഴു ഗ്രൂപ്പുകളിലെയും ആളുകൾ വന്നിട്ട് അവിടെ അതാ ഉറൂസിൽ പ്രസംഗിക്കുന്നു. അതെ, അന്നത് വേണ്ട എന്നും അന്ന് അയാൾ ഒരു ശരിയായ വലിയാണെന്നും പറയാൻ വകുപ്പ് കാണുന്നില്ല എന്ന് അന്ന് പറഞ്ഞതൊക്കെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഇന്ന് എവിടെ പോയി? ഇതേ അവസ്ഥ പനപരം മുപ്പാപ്പാക്കും വരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങൾക്കുള്ള ഭയവും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ പറ, എന്താണ് ഇസ്ലാം? ഈ രൂപത്തിലുള്ള ആളുകളെ നിസ്കരിക്കാത്ത, നോമ്പ് പിടിക്കാത്ത, അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്നവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുന്ന, അതേ ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം, ലോകം മുഴുവനും കൺട്രോൾ ചെയ്യുകയാണ്, ലോകം മുഴുവനും നിയന്ത്രിക്കുകയാണ്. അതേ ഔലിയാക്കന്മാരെ സംബന്ധിച്ചുള്ള ഇവരുടെ വിശ്വാസം ഏത് പരമ്പരയിലേക്കാണ് നമുക്ക് മുട്ടിക്കുവാൻ സാധിക്കുക? ഇത് നമ്മൾ കൃത്യമായി തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഔലിയാക്കന്മാർക്ക് ഇവർ ഒരുപാട് കാറ്റഗറികളാണ് നിശ്ചയിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്.